റഫീഖ്, ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചകളൊക്കെ നടന്നത്. ഏതായാലും തോമസിന്റെ പ്രതീക്ഷകളൊക്കെയും കേന്ദ്ര നേതൃത്വത്തിലായിരുന്നു. പക്ഷേ അതിനി എന്തെങ്കിലും തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മുന്നിൽ ഇപ്പോഴും ഒരു ചോദ്യമാണ്. പക്ഷേ ഇന്ന് തോമസ് മുഖ്യമന്ത്രിയെ കണ്ടേക്കുമെന്നുള്ള വിവരങ്ങളുണ്ട്. ഈ കൂടിക്കാഴ്ചയിലും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണോ? അതോടൊപ്പം തന്നെ കേന്ദ്ര നേതൃത്വത്തിൽ ഇനി എന്ത് പ്രതീക്ഷയാണ് തോമസ് വെച്ച് പുലർത്തേണ്ടത്? അനുഷ, ഇന്ന് രാവിലെയാണ് ശരത് പവാറിന്റെ അധ്യക്ഷതയിൽ NCPയുടെ യോഗം ഡൽഹിയിൽ ചേരുക. ഈ യോഗത്തിൽ ഈ കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്യുമെന്നാണ് ഇന്നലെ തോമസ് അറിയിച്ചത്. അതുകൊണ്ട് അദ്ദേഹത്തിന് ചില പ്രതീക്ഷകൾ ഇപ്പോഴും ബാക്കിയുണ്ട്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം ഇന്നലെ PC ചാക്കോയും ഒത്ത് അദ്ദേഹം ഈ ശരത് പവാറിനോട് അദ്ദേഹത്തിന്റെ വസതിയിൽ വെച്ച് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. അതിനുശേഷമായിരുന്നു അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. എന്തായാലും പ്രതീക്ഷയിലാണ് അദ്ദേഹം ഇപ്പോഴും ഉള്ളത്. അദ്ദേഹം ഇന്ന് രാവിലെ വീണ്ടും ശരത് പവാറിനെ കാണുമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ അതിന് അദ്ദേഹം നിൽക്കാതെയാണ് ഇന്ന് പുലർച്ചെ 3 മണിയോടുകൂടി അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് മടങ്ങിയത്. അദ്ദേഹം തന്നെയാണ് മുഖ്യമന്ത്രിയെ ഇന്ന് കൂടിക്കാഴ്ച നടത്തും എന്ന കാര്യം മാധ്യമങ്ങളോട് ഇന്നലെ അറിയിച്ചത്. ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ സമയം ലഭിക്കുന്നതിനനുസരിച്ചായിരിക്കും കൂടിക്കാഴ്ച എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയിപ്പോൾ ഇന്നലെ രാത്രി ഏതെങ്കിലും തരത്തിലുള്ള കൂടുതൽ ചർച്ചകളിലൂടെ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായോ ഇല്ലയോ എന്നുള്ള കാര്യത്തിലൊരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ മന്ത്രിസ്ഥാനം ലഭിക്കണമെന്ന കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ ദേശീയ നേതൃത്വത്തെ അദ്ദേഹം കണ്ടപ്പോഴും അദ്ദേഹത്തിന് അതൃപ്തി, ഇതുമായി ബന്ധപ്പെട്ട അതൃപ്തി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ശശീന്ദ്രൻ ഇപ്പോഴും മന്ത്രി സ്ഥാനത്ത് അദ്ദേഹം തൂങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം മാറുന്നില്ല. അദ്ദേഹം മാറുമെന്ന് നേരത്തെ ഉറപ്പ് നൽകിയിരുന്നു. ദേശീയ നേതൃത്വം ഉൾപ്പെടെ അദ്ദേഹത്തോട് ഈ കാര്യം സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും അദ്ദേഹം പാർട്ടിയുടെ നിലപാട് അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ പാർട്ടിക്ക് വഴങ്ങുന്നില്ല എന്നാണ് ഇന്നലെ തോമസ് ശരത് പവാറിനോട് പറഞ്ഞത്. അതനുസരിച്ചായിരുന്നു ഇന്നലെ ഡൽഹിയിൽ ചർച്ചകൾ നടക്കുകയും ഏറ്റവും ഒടുവിൽ CPMന്റെ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ടിനെ കൂടി യോഗത്തിലേക്ക് വിളിച്ചു വരുത്തുകയും പ്രകാശ് കാരാട്ടിനോട് ഇത് സംബന്ധിച്ച് പാർട്ടിയുടെ അഭിപ്രായങ്ങൾ കൂടി ശരത് പവാർ തേടിയിരുന്നു. ഇനിയിപ്പോൾ ശരത് പവാർ വഴി മുഖ്യമന്ത്രിയുമായി ഒരു ചർച്ച നടത്തിക്കൊണ്ട് തോമസിനെ മന്ത്രിസഭയിൽ എത്തിക്കാനുള്ള ഒരു നീക്കമാണിപ്പോൾ നടക്കുന്നത്. ശരത് പവാറിന്റെ ഇടപെടൽ ഈ വിഷയത്തിൽ നിർണായകമാകും. ശരത് പവാർ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ചർച്ചയും പിന്നീടുണ്ടാകുന്ന തീരുമാനങ്ങളുമായിരിക്കും ഇനിയിപ്പോൾ തോമസിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ നിർണായകമായി മാറുക. നിലവിൽ ഇതുവരെ ശരത് പവാർ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിട്ടില്ലെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പകരം ഇന്നലെ പ്രകാശ് കാരാട്ടുമായിട്ടാണ് ഈ വിഷയം 10 മിനിറ്റോളം ചർച്ച ചെയ്തിരുന്നു. അതിനുശേഷം പ്രകാശ് കാരാട്ട് വസതിയിൽ നിന്നും മടങ്ങുകയും ചെയ്തു. ഇനിയിപ്പോൾ CPMും ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തും. കേന്ദ്ര നേതൃത്വത്തിന്റെ അഭിപ്രായം കൂടി കണക്കിലെടുത്തായിരിക്കാം ഒരുപക്ഷെ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവുക. തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല. തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കും എന്നാണ് ഇന്നലെ രാത്രി വരെ അദ്ദേഹം മാധ്യമങ്ങളോട് ഉൾപ്പെടെ സംസാരിച്ചപ്പോൾ അദ്ദേഹം ആ പ്രതീക്ഷ പങ്കുവച്ചത്.